ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 4 ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളുടെ ഡെഫിനിഷൻസ് പഠിച്ചു കഴിഞ്ഞു. ആദ്യം നമ്മൾ യൂണിറ്റ് സർക്കിൾ ഉപയോഗിച്ച് സൈൻ എക്സും കോസ് എക്സും ഡിഫൈൻ ചെയ്തു. തുടർന്ന് കൊസീക്കും സീക്കും 1/sin എന്നെ കൊസീക്കെന്നും 1/cosനെ സീക്കെന്നും, അങ്ങനെ 4 ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളുടെ ഡെഫിനിഷനാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി 2 ഫംഗ്ഷനുകൾ കൂടി ഈ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഒന്ന് ടാനും മറ്റൊന്ന് കോട്ടും. ടാൻ നിങ്ങൾ 10ാം ക്ലാസ്സിൽ നമ്മൾ ടാൻ പഠിച്ചിട്ടുണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉപയോഗിച്ച് പഠിച്ചപ്പോൾ ടാൻ എക്സിൻ്റെ ഡെഫിനിഷൻ പഠിച്ചത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്നാണ്. അതുപോലെ കോട്ടിൻ്റെ ഡെഫിനിഷൻ പഠിച്ചത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്നാണ്. പക്ഷേ ഈ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ കണ്ടതുപോലെ 90 ഡിഗ്രിയിൽ കുറഞ്ഞ ആംഗിൾസിന് മാത്രമേ നമുക്ക് ഈ ഡെഫിനിഷൻ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. 90 ഡിഗ്രിയിൽ കൂടിയ ആംഗിൾസിന് നമുക്ക് ഈ ഡെഫിനിഷനിലേക്ക് പോകാൻ കഴിയില്ല. അവിടെ യൂണിറ്റ് സർക്കിളിൻ്റെ സഹായത്തോടുകൂടിയേ കഴിയുള്ളൂ. മറ്റൊന്ന്, ടാനിനെ സംബന്ധിച്ച് ടാൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. പക്ഷേ സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടാൻ ആവും. സൈൻ ബൈ കോസ് എന്ന് പറയുന്നത് ടാനാണ്. അങ്ങനെ ഒരു റിലേഷൻ സൈനും കോസും ടാനും തമ്മിൽ ഉണ്ട്. അപ്പോൾ ആ ഒരു വസ്തുതയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ട്രിഗണോമെട്രിക് ടാനിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകുന്നത്. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉപയോഗിച്ചുള്ള ഡെഫിനിഷൻ്റെ പരിമിതി പറഞ്ഞു. 90 ഡിഗ്രിയിൽ കുറഞ്ഞ ആംഗിൾസിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. 90 ഡിഗ്രിയിൽ കൂടിയ ആംഗിൾസിന് ഇത് കഴിയില്ല. അതുകൊണ്ടാണ് പുതിയ ഡെഫിനിഷൻ ആവശ്യമായി വന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ ടാനിനും കോട്ടിനും ഒക്കെ പുതിയ ഡെഫിനിഷനിലേക്ക് പോകണം. അത് ഇങ്ങനെയാണ് tan x ഡിഫൈൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ്: വി ഡിഫൈൻ tan x is equal to sin x by cos x. ഇതാണ് tan xൻ്റെ ഡെഫിനിഷൻ. tan x is equal to sin x by cos x. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ടാനിൻ്റെ ഡെഫിനിഷനിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നേരത്തെ പഠിച്ച സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ഡെഫിനിഷൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു യൂണിറ്റ് സർക്കിൾ ഉപയോഗിച്ചാണ് നമ്മൾ സൈനും കോസും ഡിഫൈൻ ചെയ്തത്. ഒരു യൂണിറ്റ് സർക്കിൾ, സെൻറ്റർ ഒറിജിൻ ഉള്ള സർക്കിൾ. യൂണിറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഡിയസ് 1 ആണ്. ഇവിടെ ഞാനൊരു പോയിന്റ് പി എന്ന് പറയുന്നൊരു പോയിന്റ് എടുത്ത് ഒ പി എന്ന് പറയുന്ന ലൈൻ ഒ എയുമായി കോയിൻസൈഡിൽ നിൽക്കുമ്പോൾ ആംഗിൾ 0 ആണ്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആ ഒ പിയെ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ്. റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ ആ ഒ പിയെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ആംഗിൾ ഉണ്ടാവും. ആ ആംഗിൾ എക്സ് ആണ് എന്ന് വിചാരിക്കുക. ആ എക്സ് എ ഒ പി എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടല്ലോ, ആ ആംഗിൾ എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ പിയുടെ എക്സ് കോർഡിനേറ്റിനെയാണ് നമ്മൾ കോസായും പിയുടെ വൈ കോർഡിനേറ്റിനെയാണ് സൈനായും ഡിഫൈൻ ചെയ്തത്. പിയുടെ എക്സ് കോർഡിനേറ്റ് കോസ് എക്സും പിയുടെ വൈ കോർഡിനേറ്റ് സൈൻ എക്സും എന്ന് പറയുമ്പോൾ പിയുടെ കോർഡിനേറ്റ് എങ്ങനെയായിരിക്കും? ഈ ഫോമിലായിരിക്കും. കോസ് എക്സ് സൈൻ എക്സ് എന്ന ഫോമിലായിരിക്കും പിയുടെ കോർഡിനേറ്റ്സ്. നമ്മൾ ആ പിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ ആ ഒ എയിലേക്ക് വരയ്ക്കുക. ഒരു പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ ആ പെർപെൻഡിക്കുലർ ഒരു പോയിന്റിൽ ഡി എന്ന് പറയുന്ന പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്തു. നമുക്കറിയാം ഈ പിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഒ ഡി ആണ് എന്നും പിയുടെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് പി ഡി ആണ് എന്നും നമുക്കറിയാം. പിയുടെ എക്സ് കോർഡിനേറ്റ് ഒ ഡി ആണ്, അതുപോലെ പിയുടെ വൈ കോർഡിനേറ്റ് പി ഡി ആണ് എന്നറിയാം. നമ്മൾ ഇതിനൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണല്ലോ ഈ കാണുന്ന ഒ ഡി പി. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ഡെഫിനേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ടാൻ എക്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടീസ. 10ൽ പഠിച്ച ഡെഫിനിഷൻ ഇവിടെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. കാരണം ആംഗിൾ 90 ഡിഗ്രിയിൽ കുറവാണ്. അതുകൊണ്ട് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. നമുക്ക് ആ ഡെഫിനിഷൻ ഉപയോഗിക്കാൻ പറ്റും. അത് ഉപയോഗിച്ചാൽ ടാൻ എക്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടീസ പി ഡി ബൈ ഒ ഡി. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഒ ഡി എന്ന് പറയുന്നത് പിയുടെ എക്സ് കോർഡിനേറ്റ്, ദാറ്റ് മീൻസ് കോസ് എക്സ് ആണ്. പി ഡി എന്ന് പറയുന്നത് പിയുടെ വൈ കോർഡിനേറ്റ് ആണ്, അത് സൈൻ എക്സ് ആണ്. അപ്പോൾ പി ഡി ബൈ ഒ ഡി എന്ന് പറഞ്ഞാൽ അത് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഡെഫിനിഷൻ ടാൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന ഡെഫിനിഷനും നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന ഡെഫിനിഷനും രണ്ടും സെയിം ആയി. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് എടുത്താൽ പി ഡി ബൈ ഒ ഡി. അത് തന്നെയാണ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എടുത്താലും. കാരണം ഒ ഡി പിയുടെ എക്സ് കോർഡിനേറ്റ് ആണ്, അത് കോസ് എക്സ് ആണ്. പി ഡി
പിയുടെ വൈ കോർഡിനേറ്റ് ആണ്, അത് സൈൻ എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എടുത്താൽ പി ഡി ബൈ ഒ ഡി തന്നെയാണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് തന്നെയാണ്. അപ്പോൾ 90 ഡിഗ്രിയിൽ കുറഞ്ഞ ആംഗിൾസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 10ൽ പഠിച്ച ഡെഫിനിഷനും ഈ ഡെഫിനിഷനും ഒരേപോലെയാണ് എന്ന് വ്യക്തമായി. പക്ഷേ 90 ഡിഗ്രിയിൽ കൂടുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന ഡെഫിനിഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ടാൻ എക്സ് ഇസിക്കൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന ഡെഫിനിഷനാണ്. ഇനി അങ്ങനെ അപ്പോൾ പുതിയ ഡെഫിനിഷൻ പരിചയപ്പെട്ടു, ടാൻ എക്സ് ഇസിക്കൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ്. ഇനി ഇവിടെ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ കോസ് എക്സ് അല്ലേ, ഈ കോസ് എക്സ് 0 ആയിപ്പോയാൽ എന്ത് പറ്റും? കോസ് എക്സ് 0 ആയാൽ സൈൻ എക്സ് ബൈ 0 എന്ന് വരും. അപ്പോൾ ഡിനോമിനേറ്റർ 0 വരുന്നത് കൊണ്ട് ടാൻ എക്സ് ഡിഫൈൻഡ് അല്ലാതായി പോകും. കോസ് എക്സ് എവിടെയാണ് 0 വരുന്നത്? അത് നമ്മൾ പഠിച്ചതാണ്, പൈ ബൈ 2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസിലാണ് കോസ് എക്സ് 0 വരുന്നത്. അപ്പോൾ വി ഹാവ് കോസ് എക്സ് ഇസിക്കൽ ടു 0 എപ്പോൾ ഇഫ് എക്സ് ഇസിക്കൽ ടു 2n + 1 ഇൻറ്റു പൈ ബൈ 2. വേറെ എൻ എലമെൻറ്റ് ഓഫ് ഈ സെറ്റ് ഒരു ഇൻറ്റിജറാണ്. എൻ ഇൻറ്റിജർ ആണെങ്കിൽ 2n + 1 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ എന്നെ 0 കൊടുത്താൽ 2 × 0 + 1 1 വരും. എന്നെ 1 കൊടുത്താൽ 2 × 1 + 1 2 + 1 3 വരും. എന്നെ 2 കൊടുത്താൽ 5 വരും. അങ്ങനെ ഓഡ് നമ്പേഴ്സ് വരും. അപ്പോൾ 2n + 1 ഇൻറ്റു പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ പൈ ബൈ 2ൻ്റെ ഓഡ് മൾട്ടിപ്പിളാണ്. ഈ പൈ ബൈ 2ൻ്റെ ദാറ്റ് മീൻസ് പൈ ബൈ 2 3 പൈ ബൈ 2 5 പൈ ബൈ 2 എക്സെട്ര. അതുപോലെ -π ബൈ 2 -3 പൈ ബൈ 2 എക്സെട്ര. ഈ പൈ ബൈ 2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസിലെല്ലാം കോസ് എക്സ് 0 ആവും. അങ്ങനെ 0 ആയാൽ അതിൻ്റെ അർത്ഥം ടാൻ എക്സ് ഡിഫൈൻഡ് അല്ലാതാവും. ഇപ്പോൾ ടാൻ എക്സ് എവിടെയാണ് ഡിഫൈൻഡ് അല്ലാതാവുന്നത്? ടാൻ എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ് ഇഫ് എക്സ് ഈക്വൽ ടു 2n + 1 ഇൻറ്റു പൈ ബൈ 2. 2n + 1 പൈ ബൈ 2ൽ ദാറ്റ് മീൻസ് പൈ ബൈ 2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസിൽ ടാൻ എക്സ് ഡിഫൈൻഡ് അല്ല. നമ്മളൊരു ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചിനെ കുറിച്ചും പറഞ്ഞു. ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് വാല്യൂസിൻ്റെ സെറ്റാണ് ഡൊമൈൻ എന്നും എഫ് ഓഫ് എക്സ് വാല്യൂസിൻ്റെ സെറ്റാണ് റേഞ്ച് എന്നും നമുക്കറിയാം. അപ്പോൾ എക്സിന് എന്തെല്ലാം വാല്യൂ കൊടുക്കാൻ കഴിയും, ആ വാല്യൂസിൻ്റെ സെറ്റ് ടാൻ എക്സിൻ്റെ ഡൊമൈൻ. അങ്ങനെ എക്സിന് വാല്യൂ കൊടുക്കുമ്പോൾ ടാൻ എക്സിന് എന്തൊക്കെ വാല്യൂ കിട്ടും, ആ വാല്യൂസിൻ്റെ സെറ്റ് ടാൻ എക്സിൻ്റെ റേഞ്ച്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിൻ്റെ വാല്യൂസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പൈ ബൈ 2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസിൽ ടാൻ എക്സ് ഡിഫൈൻഡ് അല്ല. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് പൈ ബൈ 2ൻ്റെ ഓഡ് മൾട്ടിപ്പിളുകളൊന്നും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ എന്താണ് ടാൻ എക്സിൻ്റെ ഡൊമൈൻ? ടാൻ എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഉണ്ടല്ലോ R, അതിൽ നിന്നും പൈ ബൈ 2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസിനെ ഒഴിവാക്കുന്നതായിരിക്കും ടാൻ എക്സിൻ്റെ ഡൊമൈൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡൊമൈൻ ഓഫ് ടാൻ എക്സ് ഇസിക്കൽ ടു R മൈനസ് സെറ്റ് 2n + 1 ഇൻറ്റു പൈ ബൈ 2. ഒരു കാര്യം നമ്മൾ ഓർക്കുക, നമ്മൾ സീക്ക് എക്സ് ഡിഫൈൻ ചെയ്ത് ഓർമ്മയുണ്ടല്ലോ, സീക്ക് എക്സ് ഡിഫൈൻ ചെയ്തത് 1 cos x അതാണ്. അവിടെയും cos x 0 ആകുമ്പോൾ സീക്ക് എക്സ് ഡിഫൈൻഡ് അല്ലായിരുന്നു. cos x 0 ആകുന്നത് പൈ ബൈ 2ൻ്റെ ഓഡ് മൾട്ടിപ്പിളിലായിരുന്നു. അതുകൊണ്ട് സീക്ക് എക്സിൻ്റെ ഡൊമൈനും ഇത് തന്നെയാണ്. അത് കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓർക്കാം. ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്, സീക്ക് എക്സ് എന്ന് പറയുന്നത് 1 cos x ആണ്. രണ്ടിൻ്റെയും ഡിനോമിനേറ്ററിൽ കോസ് എക്സ് ഉണ്ട്. അപ്പോൾ കോസ് എക്സ് 0 ആവുന്ന സ്ഥലത്ത് രണ്ടും ഡിഫൈൻഡ് അല്ലാതായി പോകും. കോസ് എക്സ് 0 ആവുന്നത് 2n + 1 പൈ ബൈ 2ലാണ്, അല്ലെങ്കിൽ പൈ ബൈ 2ൻ്റെ ഓഡ് മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് ആ പോയിന്റിൽ ടാൻ എക്സും സീക്ക് എക്സും ഡിഫൈൻഡ് അല്ലാതായി പോകും. അതുകൊണ്ട് ടാൻ എക്സിൻ്റെ ഡൊമൈൻ R മൈനസ് സെറ്റ് 2n + 1 പൈ ബൈ 2 ആണ്. അത് തന്നെയാണ് സീക്ക് എക്സിൻ്റെയും ഡൊമൈൻ. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ഓർത്തിരിക്കാനായി കഴിയും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടാൻ എക്സിൻ്റെ റേഞ്ചിനെ കുറിച്ച്. റേഞ്ച് മീൻസ് ടാൻ എക്സിന് എന്തൊക്കെ വാല്യൂ എടുക്കാൻ കഴിയും എന്നുള്ളത്. നമുക്ക് അതിനുവേണ്ടി നേരത്തെ നമ്മൾ ടാൻ എക്സ് ഡിഫൈൻ ചെയ്യാൻ എടുത്ത യൂണിറ്റ് സർക്കിളിലേക്ക് തന്നെ വീണ്ടും നമുക്കൊന്ന് തിരിച്ചു പോകാം. ഞാൻ തൽക്കാലം ഈ വരച്ച പി ഡി എന്ന് പറയുന്ന പെർപെൻഡിക്കുലറൊക്കെ തൽക്കാലം ഒന്ന് ഒഴിവാക്കുകയാണ്. പി ഡി ഡി എന്നുള്ള പോയിന്റ് ഒഴിവാക്കി ആ വരച്ച പെർപെൻഡിക്കുലർ ഉണ്ടല്ലോ, ആ പെർപെൻഡിക്കുലർ തൽക്കാലം ഒഴിവാക്കി ആ പി എന്ന പോയിന്റ് മാത്രം നിൽക്കുകയാണ്. ഞാൻ തൽക്കാലത്തേക്ക് ആ കോർഡിനേറ്റ് കാണിക്കുന്നത് തൽക്കാലം ഒന്ന് ഹൈഡ് ചെയ്ത് വയ്ക്കുകയാണ്. കോസ് എക്സ് സൈൻ എക്സ് ഇത് കാണിക്കുന്നില്ല. അവിടെ പോയിന്റ് ഉണ്ട്, പക്ഷേ അത് തൽക്കാലം അവർ കാണിക്കുന്നില്ല. കാരണം കൂടുതൽ കുറച്ച് ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കുമ്പോൾ എല്ലാം കൂടെ അതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ കണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഒന്നതിനെ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിറ്റ് സർക്കിൾ. നമ്മൾ പഠിച്ചു പിയുടെ എക്സ് കോർഡിനേറ്റ് ആണ് കോസ് എക്സ് എന്നും പിയുടെ വൈ കോർഡിനേറ്റ് ആണ് സൈൻ എക്സ് എന്നും പഠിച്ചു. ടാൻ എക്സ് ഇസിക്കൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്നും നമ്മൾ പഠിച്ചു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ എ എന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ ഒരു ടാൻജന്റ് വരയ്ക്കാൻ പോവുക. സർക്കിളിനൊരു ടാൻജന്റ് എ എന്ന പോയിന്റിലാണ് സർക്കിളിന് നമ്മൾ ടാൻജന്റ് വരയ്ക്കുവാൻ പോകുന്നത്. അപ്പോൾ ആ പോയിന്റിൽ സർക്കിളിനൊരു ടാൻജന്റ് വരച്ചു. എന്നിട്ട് ആ ടാൻജന്റ് വരച്ചിട്ട് ശേഷം ഈ ഒ പി ഉണ്ടല്ലോ, ഒ പിയെ ഞാൻ അങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ആ ടാൻജന്റിൽ കൊണ്ടുവന്ന് മീറ്റ് ചെയ്യിക്കുകയാണ്. ഒ പി അങ്ങോട്ട് നീട്ടി വരച്ചു, ആ ടാൻജന്റിലേക്ക് കൊണ്ട് മീറ്റ് ചെയ്യിച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡയഗ്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നീട്ടി വരച്ചപ്പോൾ അത് ഇൻ്റർസെക്റ്റ് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെ ഞാൻ ക്യൂ എന്നും എടുത്തു.
നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ടാൻജൻറ്റും ആ അതിൻ്റെ റേഡിയസ്, ആ ടാൻജൻ്റ് ഏത് പോയിന്റിലാണോ സർക്കിളിനെ ടച്ച് ചെയ്യുന്നത് അതിലൂടെ പാസ് ചെയ്യുന്ന റേഡിയസ് ഒ എ എന്ന് പറയുന്ന റേഡിയസാണ്. ആ ഒ എ എന്ന് പറയുന്ന റേഡിയസും ആ എയിൽ കൂടി വരയ്ക്കുന്ന ടാൻജൻറ്റും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സർക്കിൾസ് പഠിച്ചപ്പോൾ പഠിക്കുന്നതാണ്. ഒരു റേഡിയസ് വരയ്ക്കുന്നു, റേഡിയസ് സർക്കിളിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിൽ കൂടെ ഒരു ടാൻജൻറ്റ് വരച്ചാൽ ആ റേഡിയസും ആ ടാൻജൻറ്റും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഒ എ ക്യു എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒ എ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ റേഡിയസാണ്. റേഡിയസ് യൂണിറ്റ് സർക്കിൾ ആണല്ലോ നമ്മൾ എടുത്തത്, അപ്പോൾ റേഡിയസ് 1 ആണ്, ഒ എ 1 ആണ്. ഇനി ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണുന്നുണ്ടല്ലോ. നമ്മൾ ഇത് 90 ഡിഗ്രികൾ കുറഞ്ഞ ആംഗിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടാൻ എക്സിന് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്ന ഡെഫിനിഷൻ നമുക്ക് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചാൽ ടാൻ എക്സ് എന്ന് പറയുന്നത് എ ക്യു ബൈ ഒ എ ആയിരിക്കും. ഒ എ 1 ആയതുകൊണ്ട് ടാൻ എക്സ് ഇസിക്കൽ ടു എ ക്യു ബൈ 1 എന്ന് വരും അല്ലേ. ടാൻ എക്സ് ഇസിക്കൽ ടു എ ക്യു ബൈ ഒ എ എന്നാണ്, പക്ഷേ ഒ എ റേഡിയസ് അത് 1 ആണ്. അപ്പോൾ എ ക്യു ബൈ 1 എന്ന് വരും. ദാറ്റ് മീൻസ് എ ക്യു. അപ്പോൾ എ ക്യുവിൻ്റെ ലെങ്ത് എന്താണോ അതായിരിക്കും ടാൻ എക്സ് എന്ന് ഇവിടെ നിന്ന് മനസ്സിലായി. ഞാൻ ഈ ആംഗിൾ ഒന്ന് പതുക്കെ കൂട്ടി നോക്കുക. അത് നമുക്ക് ആദ്യം ആംഗിൾ കുറഞ്ഞ ആംഗിളിൽ തുടങ്ങാം. സീറോയിലേക്ക് വരുമ്പോൾ ആ എ ക്യു വളരെ ചെറുതാണ്. അപ്പോൾ എ ക്യു 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എ ക്യു ആണല്ലോ ടാൻ എക്സ്. അപ്പോൾ ടാൻ എക്സ് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്നവരും ടാൻ എക്സിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കുക. ആംഗിൾ 0യിൽ നിന്ന് കൂടി വരിക, ടാൻ എക്സിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളിതിന് അല്പം താഴോട്ട് വെച്ചൊന്ന് നോക്കാം. വാല്യൂ കൂടി പോവുക. അപ്പോൾ ഇങ്ങനെ പോയാൽ കുറേ കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, ആ π/2 അടുത്തടുത്ത് വരികയാണ്. അടുത്തടുത്ത് വരുന്നതനുസരിച്ച് അതങ്ങ് വലുതായി പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് പതുക്കെ ഇത് മൂവ് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കുറേ കഴിഞ്ഞ് ടാൻ എക്സിനോട് വളരെ അടുത്ത് കഴിയുമ്പോഴേക്കും ആ എക്ക് വളരെ അങ്ങ് വലുതായി പോവുകയും അങ്ങനെ അത് ഇൻഫിനിറ്റിയിലേക്ക് നീണ്ടുപോയണ്ടോ. ഇത് ഇങ്ങോട്ട് കൂടുന്തോറും വീണ്ടും വലിയ തോതിൽ അത് വലുതായിക്കൊണ്ടേയിരിക്കും. വലുതായി ടാൻ എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയോട് അടുക്കും. ദറ്റ് മീൻസ് 0 തുടങ്ങിയ ഇൻഫിനിറ്റി വരെ എത്ര വലിയ വാല്യൂവും ടാൻ എക്സിന് ആകാൻ കഴിയും എന്നാണ് എൻ്റെ അർത്ഥം. 0യിൽ തുടങ്ങി ഇൻഫിനിറ്റി വരെയുള്ള ഏതൊരു വാല്യൂവും ടാൻ എക്സിന് ആവാൻ കഴിയും. എന്നാൽ ഇത് നമ്മൾ പതുക്കെ ഈ ആംഗിളുകൾ കൂടി π/2 അവിടെ നിന്ന് അത് അടുത്ത π/2 കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴേക്കും π/2 അപ്പോൾ ആ ഒരു കാര്യം കൂടി കാണിക്കാം. π/2 കഴിഞ്ഞിട്ട് ടാൻ എക്സ് വീണ്ടും മുന്നോട്ട് നീങ്ങുമ്പോഴെന്താണ് സംഭവിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. തൽക്കാലം ഞാൻ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി. പി എന്ന പോയിന്റ് ഇവിടെ കാണിക്കുകയാണ്. ഇത് ഇങ്ങോട്ട് നീങ്ങി കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്ന് അത് π/2 കഴിഞ്ഞ് അടുത്ത വാല്യൂവിലേക്ക് എത്തുമ്പോൾ അടുത്ത π/2 കഴിഞ്ഞ് പോകുമ്പോഴേക്കും 90 ഡിഗ്രിയിൽ കൂടുതലാകുമ്പോഴേക്കും ആ പി എന്ന പോയിന്റ് ഇപ്പുറത്തോട്ട് കടക്കുമ്പോൾ പി എക്സ് കോർഡിനേറ്റ് കോസും വൈ കോർഡിനേറ്റ് സൈനുമാണല്ലോ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ലെഫ്റ്റിലോട്ടായതുകൊണ്ട് അത് നെഗറ്റീവ് ആകുകയും വൈ കോർഡിനേറ്റ് റൈറ്റിലോട്ടായതുകൊണ്ട് പോസിറ്റീവ് ആകുകയും ചെയ്യും. എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് നെഗറ്റീവ് ഇതാണ്, വൈ കോർഡിനേറ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് പോസിറ്റീവ്. അപ്പോൾ സൈൻ എക്സ് പോസിറ്റീവും കോസ് എക്സ് നെഗറ്റീവ് ആകുമ്പോൾ സൈൻ എക്സ് ബൈ കോസ് എക്സ് പോസിറ്റീവ് ബൈ നെഗറ്റീവാണ്. അപ്പോൾ ടാൻ എക്സ് നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയി മാറും. അത് ഇങ്ങോട്ട് മൂവ് ഈ ടാൻ എക്സ് അങ്ങ് എന്ത് സംഭവിക്കുക, നേരത്തെ ഇൻഫിനിറ്റിയിലേക്ക് പോയതുപോലെ -ഇൻഫിനിറ്റിയിലേക്ക് പോകും. അങ്ങനെ ടാൻ എക്സിനെ സംബന്ധിച്ചുള്ള പ്രത്യേകത, ടാൻ എക്സിന് എല്ലാ റിയൽ നമ്പർ വാല്യൂസും അസ്യൂം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ടാൻ എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 6 ആണ്. ടാൻ എക്സിൻ്റെ റേഞ്ച് 6 ആണ്. ടാൻ എക്സിന് -ഇൻഫിനിറ്റി മുതൽ +ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ വാല്യൂസും അസ്യൂം ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് ടാൻ എക്സിൻ്റെ വാല്യൂ 1 ആണ്. നമുക്ക് ടാൻ എക്സിൻ്റെ ഗ്രാഫ് ഒന്ന് പരിചയപ്പെടാം. ഈ ഗ്രാഫ് എങ്ങനെ കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് ഈ വർഷം മാത്തമാറ്റിക്സ് ലാബുണ്ട്. ലാബിൽ നമ്മളിതിൻ്റെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തൽക്കാലം നമുക്ക് ടാൻ എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണെന്ന് പഠിച്ചു വെക്കുക. ദാറ്റ് മീൻസ് 0യിൽ നിന്ന് ടാൻ 0 വരുമ്പോൾ ടാൻ 0 ആണ്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കുക. കൂടി ഈ ഞാൻ ഇവിടെ ഈ π/2 അവിടെ ഡോട്ടഡ് ലൈൻ ഇട്ട് വരച്ചിരിക്കുന്നതിൻ്റെ കാര്യം, ഈ π/2 അടുക്കുമ്പോഴേക്കും ടാൻ ഇൻഫിനിറ്റിയിലേക്ക് പോകും. പക്ഷേ π/2 നേരത്തെ പറഞ്ഞല്ലോ ടാൻ എക്സ് π/2 ഓഡ് മൾട്ടിപ്പിൾസിലൊന്നും ഡിഫൈൻഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ π/2 ടാൻ എക്സ് ഡിഫൈൻഡ് അല്ല.
അതുകൊണ്ടാണ് ആ ഗ്രാഫ് π/2 ടച്ച് ചെയ്യാതെ π/2 അടുത്തുകൊണ്ടേയിരിക്കും, പക്ഷെ ഒരിക്കലും ടച്ച് ചെയ്യത്തില്ല. കാരണം അവിടെ π/2 ഡിഫൈൻഡ് അല്ല, അങ്ങ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഇതുപോലെ ഇത് താഴോട്ട് ഇങ്ങോട്ട് -∞ പോകും. അത് കഴിഞ്ഞ് അടുത്ത ഗ്രാഫ് വീണ്ടും ഇതുപോലെ വേണ്ട -∞ നിന്ന് തുടങ്ങി 0-ലെത്തിയപ്പോൾ 0 വരികയും π/2 അവിടെ ഇൻഫിനിറ്റിയിലേക്ക് പോവുകയും ചെയ്യുന്നു. ദെൻ വീണ്ടും -∞ തുടങ്ങി π-ലെത്തുമ്പോൾ 0 വരികയും ദെൻ 3π/2 വരുമ്പോൾ ഇൻഫിനിറ്റിയിലേക്ക്. കാരണം 3π/2 5π/2 തുടങ്ങിയ π/2 ഓട് മൾട്ടിപ്പിൾസിലാണ് tan x ഡിഫൈൻഡ് അല്ലാതാവുന്നത്. അവിടെ എങ്ങും കർവ് ആ ലൈനിനെ ടച്ച് ചെയ്യാതെ പോകുന്നുണ്ടാവും. ഇതേപോലെ ഇങ്ങനെ രണ്ട് വശത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നതാണ് tan x-ൻ്റെ ഗ്രാഫ്. ഇപ്പോൾ ഈ tan x-ൻ്റെ ഗ്രാഫ് വരയ്ക്കുക എന്നൊരു ചോദ്യമൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. പക്ഷേ ഈ ഗ്രാഫ് ഒന്നും പരിചയപ്പെട്ട് നമ്മൾ ഇത്ര ഓർത്താൽ മതി. 0-ൽ tan 0 0 ആണ്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്ക് പോകും തോറും π/2 എടുക്കുമ്പോഴേക്കും അത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുവെന്നും തുടർന്ന് വീണ്ടും -∞ നിന്നും തുടങ്ങി π-ൽ വന്നപ്പോൾ 0 ആയിട്ട് വീണ്ടും 3π/2 അത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. ദെൻ 3π/2 കഴിയുമ്പോഴേക്കും വീണ്ടും -∞ തുടങ്ങി 2π-ലാകുമ്പോൾ 0-ലെത്തി വീണ്ടും ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഇങ്ങനെ രണ്ട് വശത്തേക്കും ആവർത്തിച്ച് കൊണ്ടുപോകുന്നതാണ് tan x-ൻ്റെ ഗ്രാഫ്. അപ്പോൾ tan x-നെ സംബന്ധിച്ച് നമ്മൾ tan x-ൻ്റെ ഡൊമൈനും റേഞ്ചും പരിചയപ്പെട്ട് കഴിയും. ഇപ്പോൾ tan x ഡിഫൈൻ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന മറ്റൊരു ഫംഗ്ഷനാണ് cot x. വി ഡിഫൈൻ cot x = cos x by sin x. നേരത്തെ പറഞ്ഞ അതേ പ്രശ്നം ഇവിടെയുണ്ട്. എന്താണ്? sin x 0 ആയാൽ ഇത് ഡിനോമിനേറ്റർ 0 ആയി പോവും. അപ്പോൾ cot x ഡിഫൈൻഡ് അല്ലാതായി പോവും. sin x എവിടെയാണ് 0 ആവുന്നത് നമ്മൾ പഠിച്ചല്ലോ, പൈയുടെ മൾട്ടിപ്പിൾസിലാണ്. π 2π 3π എക്സെട്ര 0 -π -2π എക്സെട്ര പൈയുടെ മൾട്ടിപ്പിൾസിലാണ്. വേറെ ഇതിൽ പറഞ്ഞാൽ nπ എന്ന് വരുമ്പോഴാണ് sin x 0 ആവുന്നത്. വി ഹാവ് sin x = 0 if x = nπ. nπ മീൻസ് പൈയുടെ മൾട്ടിപ്പിൾസ്. അവിടെയെല്ലാം sin x 0 ആകുന്നു. അങ്ങനെ sin x 0 ആകുമ്പോൾ ഡിനോമിനേറ്റർ 0 ആകുന്നത് കൊണ്ട് cot x ഡിഫൈൻഡ് അല്ലാതായി പോകുന്നു. അപ്പോൾ നമുക്ക് പറയാം cot x is not defined if x = nπ where n element of z. പൈയുടെ മൾട്ടിപ്പിൾസിലൊന്നും cot x ഡിഫൈൻഡ് അല്ല. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. നിങ്ങൾ cosec x പഠിച്ചത് ഓർമ്മയുണ്ടാവും. cosec x = 1/sin x എന്നാണ് പഠിച്ചത്. ഇതേപോലെ തന്നെയാണ് cosec x സംഭവിക്കുന്നത്. കാരണം 1/sin x ആയതുകൊണ്ട് sin x 0 ആവുന്നിടത്തൊന്നും ഡിഫൈൻഡ് അല്ല. sin x 0 ആവുന്നത് nπ-ലാണ്. അപ്പോൾ nπ-ൽ cosec x-ഉം ഡിഫൈൻഡ് അല്ല, cot x-ഉം ഡിഫൈൻഡ് അല്ല, cosec x-ഉം ഡിഫൈൻഡ് അല്ല. അപ്പോൾ എന്താണ് cot x-ൻ്റെ ഡൊമൈൻ? cot x-ൻ്റെ ഡൊമൈൻ വരുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ നിന്നും പൈയുടെ മൾട്ടിപ്പിൾസിനെ ഒഴിവാക്കണം. അപ്പോൾ എന്ത് വരും? r - set nπ വേറെ n എലമെന്റ് ഓഫ് z. cot x-നും cosec x-നും ഒരേ ഡൊമൈനാണ്. നേരത്തെ നമ്മൾ tan x-നും sec x-നും ഒരേ ഡൊമൈനാണെന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. സൈനിനും കോസിനും ഒരേ ഡൊമൈനാണ്, കൊസീക്കിനും കോട്ടിനും ഒരേ ഡൊമൈനാണ്. എന്നാൽ സീക്കിനും ടാനിനും ഒരേ ഡൊമൈനാണ്. cot x-ന്റെ ഡൊമൈൻ പരിചയപ്പെട്ടു. നേരത്തെ tan x പറഞ്ഞതുപോലെ തന്നെയാണ് cot x-നും എല്ലാ റിയൽ നമ്പർ വാല്യൂസും സ്വീകരിക്കാൻ കഴിയും. അതുകൊണ്ട് cot x-ന്റെ റേഞ്ച് 6 ആണ്. cot x-ന്റെ ഗ്രാഫ് കൂടി ഒന്ന് കണ്ടിരിക്കുക. cot x-ന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. π/2 വരുന്നിടത്താണ് 0 ആവുന്നത്. കാരണം cos x by sin x അല്ലേ. cos x by sin x. cos x 0 ആവുന്നത് π/2-ലാണ്. അപ്പോൾ cos x by sin x എടുക്കുമ്പോൾ 0/sin x എന്ന് വരും. 0 π/2-ൻ്റെ മൾട്ടിപ്പിൾസിലാണ് cos x 0 ആവുന്നത്. അവിടെ എല്ലാം cot x 0 ആവും. കാരണം cos by sin ആയതുകൊണ്ട്. ഇപ്പോൾ π/2 3π/2 5π/2 തുടങ്ങിയ വാല്യൂസിലെല്ലാം cot x 0 ആവും. എന്നാൽ പൈയുടെ മൾട്ടിപ്പിൾസിൽ cot x ഡിഫൈൻഡ് അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആ ഗ്രാഫ് പൈയിൽ വരുമ്പോൾ ടച്ച് ചെയ്യാതെ പോകുന്നത്. 2πയിൽ വരുമ്പോൾ ടച്ച് ചെയ്യുന്നില്ല, 3π വരുമ്പോൾ ടച്ച് ചെയ്യുന്നില്ല, ഇങ്ങനെ പോകുന്നത്. അപ്പോൾ 0 ആവുന്ന പോയിന്റുകളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. π/2-ൽ 0 ആകും, 3π/2-ൽ 0 ആകും, 5π/2-ലൂടെ എല്ലാം 0 ആകും. അപ്പോൾ ഇവിടെ നിന്ന് 0യുടെ അവിടെ നിന്ന് ഇൻഫിനിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് π/2-ൽ എത്തുമ്പോൾ 0-ൽ വന്ന് ദെൻ ആ പൈയുടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അത് -∞ പോകും. ദെൻ വീണ്ടും പൈ കഴിയുമ്പോഴേക്കും ഇൻഫിനിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്ത് 3π/2 എത്തുമ്പോൾ 0 വന്ന് 2πയോട് എടുക്കുമ്പോൾ അത് വീണ്ടും -∞ പോകും. ഇങ്ങനെ ആവർത്തിച്ച് പോകുന്ന ഗ്രാഫാണ് cot x-ൻ്റെത്. അപ്പോൾ ഈ രണ്ട് ഗ്രാഫുകളും ഒന്ന് നമ്മൾ ഓർത്ത് വെക്കണം. ഈ രണ്ടല്ല, ഈ 6 ഗ്രാഫുകൾ ഓർത്ത് വെക്കണം. കാണുമ്പോൾ ഇന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫ് sin x-ൻ്റെയും cos x-ൻ്റെയും ഗ്രാഫാണ്. അപ്പോൾ ഇത്രയും കൊണ്ടാണ് നമ്മൾ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകൾ പഠിച്ചു. അതുപോലെ ബേസിക്കായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തത് സൈനും കോസുമാണ്. യൂണിറ്റ് സർക്കിൾ ഉപയോഗിച്ച് sin x-ഉം cos x-ഉം ഡിഫൈൻ ചെയ്തു. ദെൻ അത് ഉപയോഗിച്ചാണ് ബാക്കി 4 എണ്ണം ടാന്, കോട്ട്, കൊസീക്ക്, സീക്ക്, ഈ 4 എണ്ണം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡൊമൈൻ റേഞ്ച് ഒന്നുകൂടി നമുക്ക് നോക്കാം. tan x ഓർത്തിരിക്കാൻ വളരെ ഈസി എന്ന് പറയുന്നത് ഡൊമൈൻ ആദ്യം നമുക്ക് പറയാം. sin x-ഉം cos x-ഉം ഒരേ ഡൊമൈനാണ് 6. എന്നാൽ tan x-ഉം
ടാൻ എക്സും സീക്ക് എക്സും ഒരേ ഡൊമൈൻ. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിരുന്നു. ടാൻ എക്സ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്, സീക്ക് എക്സ് 1 ബൈ കോസ് എക്സ് ആണ്. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ കോസ് എക്സ് ഉണ്ട്. കോസ് എക്സ് 0 ആവുന്ന സ്ഥലത്ത് ഡിഫൈൻഡ് അല്ല. ഇപ്പോൾ അത് π/2 ഓഡ് മൾട്ടിപ്പിൾസിലാണ് കോസ് എക്സ് 0 ആവുന്നത്, അവിടെയൊന്നും ഡിഫൈൻഡ് അല്ല. അതുകൊണ്ടാണ് ടാൻ എക്സിൻ്റെയും സീക്ക് എക്സിൻ്റെയും ഡൊമൈൻ എങ്ങനെ വന്നത്, r-2n+1 π/2 എന്ന് വന്നത്. എന്നാൽ കൊസീക്കും കോട്ടും വരുമ്പോൾ ഡൊമൈൻ അതല്ല, r-n ആണ് അതിൻ്റെ ഡൊമൈൻ. അപ്പോൾ ഈ ഡൊമൈൻ ഈ രീതിയിൽ പഠിച്ചു വെച്ചോളാം. റേഞ്ച് നമ്മൾ കണ്ടതാണ്. സൈൻ എക്സിൻ്റെ ഡൊമൈൻ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 കോസ് എക്സിൻ്റെത് അത് തന്നെയാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1. എന്നാൽ ടാൻ എക്സിൻ്റെയും കോട്ടെക്സിൻ്റെയും റേഞ്ച് 6 ആണ്. എല്ലാ റിയൽ നമ്പർ വാല്യൂസും സ്വീകരിക്കുന്നതുകൊണ്ട് 6 ആണ്. സീക്കും കൊസീക്കും വരുമ്പോൾ അത് ഒന്നുകിൽ 1നേക്കാൾ കൂടുതലോ ഈക്വലോ ആയിരിക്കും, അല്ലെങ്കിൽ -1നേക്കാൾ കുറവോ ഈക്വലോ ആയിരിക്കും, അല്ലെങ്കിൽ ദാറ്റ് മീൻസ് -1ന് 1 ഇടയ്ക്ക് വരത്തില്ല. അതുകൊണ്ട് കൊസീക്കിൻ്റെയും സീക്കിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് r-(-1) ആണ്. അപ്പോൾ ഈ ഇത്രയും ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകൾ പരിചയപ്പെട്ടു. ആ ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകൾ തമ്മിലുള്ള ഒരു ബന്ധവും നമുക്ക് മനസ്സിലായി. കൊസീക്ക് എക്സ് 1/sin x ആണെന്നും, സീക്ക് എക്സ് എന്ന് പറയുന്നത് 1/cos x ആണെന്നും, ടാൻ എക്സ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണെന്നും, കോട്ടെക്സ് ഈക്വൽ ടു കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണെന്ന് പഠിച്ചു. ഇതിൻ്റെ എല്ലാം ഡൊമൈനും റേഞ്ചും. ഇത് ഈ ഡൊമൈനും റേഞ്ചും നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. അത് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ഓർക്കാൻ കഴിയും. അത്ര പ്രാധാന്യമുള്ളതാണ് ഇത്. ഡൊമൈനും അതിൻ്റെ ഗ്രാഫുകൾ വരയ്ക്കാൻ ചോദിക്കില്ലെങ്കിലും കണ്ടാൽ അത് ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഗ്രാഫാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.